നമസ്കാരം, ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിഷനിൽ നിന്നാണ്. ഗ്രീസിലെ വിക്കനായ ഒരു ബാലൻ്റെ കഥ വായിച്ചത് ഓർക്കുകയാണ്. അവനെ കൂട്ടുകാരൊക്കെ അവൻ സംസാരിക്കുന്നത് എന്താണ് മനസ്സിലാകാതെ കളിയാക്കുകയും അവമാനിക്കുകയും എല്ലാം ചെയ്യും. പലപ്പോഴും കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവൻ വ്രണിത ഹൃദയനായി കടന്നു പോകേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ ഏറ്റവും കൂടുതൽ നിന്നതിനും അവമാനിതനായി കടന്നു പോകുമ്പോൾ തന്നെ അവമാനിച്ച ഇവർ തൻ്റെ സ്വരം കേൾക്കുന്ന ഒരു ദിവസം വരും. അതിനുവേണ്ടി ഇവർ കാത്തിരിക്കും എന്ന് അവൻ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ പ്രത്യാശ വെച്ചുകൊണ്ട് കടന്നുപോയി. അലറി വിളിക്കുന്ന തിരമാലയുടെ മുൻപിലും പർവ്വതങ്ങളുടെ മുകളിലെല്ലാം കയറി നിന്ന് തൻ്റെ നാവിനെ വഴക്കുവാൻ അവൻ കഠിന പ്രയത്നം ചെയ്ത് വളരെ ഉച്ചത്തിൽ പ്രസംഗിക്കുകയും സംസാരിക്കുകയും വായിൽ ചരൽക്കല്ലുകളൊക്കെ എടുത്തിട്ട് തൻ്റെ നാവിനെ ബലം വരുത്തുവാൻ, നാവിൻ്റെ കനം കുറക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരുന്ന അവൻ ഇങ്ങനെ പറയുമായിരുന്നു: ഐ വിൽ ബിക്കം ദ ഗ്രേറ്റ് ഒറാറ്റർ ഓഫ് ദ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ ഏറ്റവും വലിയ ഒരു പ്രഭാഷകനായി, ഗ്രീക്കിലെ ഏറ്റവും വലിയ ഒരു പ്രഭാഷകനായി ഞാൻ മാറുമെന്ന് അവൻ സ്വപ്നം കണ്ടത് കാലം ആ കഠിന പരിശ്രമവും പ്രയത്നവും പ്രാർത്ഥനയും വഴി കാലം തെളിയിക്കുകയും ചെയ്തു. ലോകം കണ്ട പ്രഗത്ഭനായ ഡൊമസ്തനീസ് എന്ന പ്രഭാഷകൻ്റെ കഥയാണ്, ചരിത്രമാണ് നമ്മളിവിടെ കേട്ടത്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരാജയങ്ങളിലും മുറിപ്പെടുത്തുന്ന വാക്കുകളിലും ശിരസ് കുനിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടി ഇനി രക്ഷയില്ല, ആരും സഹായത്തിനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിർനിമേഷനായി നിഷ്ക്രിയരായി കടന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 29-ാം വാക്യത്തിലെ സോളമൻ രാജാവ് തൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഇത് പറയുകയാണ്: ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും, അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല, അവന് അസാധാരണക്കാരനായി മാറ്റുമെന്ന്. അതെ, ഐ വിൽ ബിക്കം ദ ഗ്രേറ്റ് ഒറാറ്റർ ഓഫ് ദ ഗ്രീസ്. ഒറാറ്റർ ഓഫ് ദ ഗ്രീസ് അല്ല, ഡൊമസ്തനിസ് എന്ന ആ പ്രഭാഷകൻ വേൾഡ് ഫേമസ് ഒറാറ്ററായി തീർന്നു, ലോക പ്രശസ്തനായി തീർന്നു. സുഭാഷിതം 21:5 തന്നെ സോളമൻ രാജാവിൻ്റെ സൂക്തങ്ങളിലാണ് വീണ്ടും പറയുന്നുണ്ട്: ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു, തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിൽ എത്തുകയുള്ളൂ. എന്തിനും വേണ്ടി കാത്തിരിക്കാനും പരിശ്രമിക്കാനും താഴ്മയോടെ എളിമയോടെ ഇരിക്കാനുമുള്ള, എന്നാൽ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തകർന്നു പോകാതെ നിന്ദിച്ചവരുടെ, അവമാനിച്ചവരുടെ, നമ്മുടെ തകർച്ച കാത്തിരുന്നവരുടെ, ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിച്ചവരെ ഇതാ നിനക്ക് ചുറ്റും കൂട്ടാൻ, അവരെ നിന്റെ വാക്കുകൾ കേൾക്കാൻ കൊതിപിടിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ സഹായം അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഉയർത്തുവാനുള്ള ദൈവ തിരുമനസ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ തളർന്നു പോകരുത്, മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ നിഷ്ക്രിയരാകരുത്, നിർനിമേഷരായി പോകരുത്. ഉന്മേഷമുള്ളവനായി പ്രത്യാശയോടെ ഉത്സാഹത്തോടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. വിക്കനായ ഡൊമസ്തനീസിന് ഗ്രീസിലെ, അതേ ലോകത്തിലെ തന്നെ പ്രശസ്തനായ ഒരു പ്രഭാഷകനായി തീർന്ന് ലോകം അവൻ്റെ വാക്കുകൾക്ക് വേണ്ടി നിന്ദിച്ചവൻ്റെ മുമ്പിൽ കാത്തു നിന്നെങ്കിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികൾ ഏതുമാകട്ടെ, അവയിലൂടെ നമ്മുടെ പ്രാഗൽഭ്യവും വൈകല്യ അവസ്ഥ പരിമിതികളെല്ലാം ഇതാ ഉത്തുംഗ ശൃംഗങ്ങളായി, ഉയർച്ചകളായി, നന്മകളാക്കി മാറ്റുന്ന നല്ലൊരു നാളെ മുന്നിലുണ്ടെന്ന് ചിന്തിക്കാം. അതിനുവേണ്ടി പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.